ഇതെന്തൊരു ഉറക്കമാ? എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലേ? നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ ശീലമില്ല. എന്നാ ഇന്ന് തൊട്ട് തുടങ്ങണം. നമുക്ക് രണ്ടുപേർക്കും കൂടി നടക്കാൻ പോയാലോ? എന്നിട്ട് വേണം വണ്ടി ഇടിച്ച് ആവാൻ. സോഫി, നിനക്ക് വേറൊന്നും പറയാനില്ലേ? എനിക്ക് ഈ സിക്സ് പാക്ക് ഒന്നും ഇഷ്ടമല്ല. എങ്ങനെയാണോ അങ്ങനെ, അതാ എന്റെ ഒരു രീതി. അത് പോരെ സോളമാ. എന്തെങ്കിലും അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അസുഖം വരാതെ നോക്കുന്നത്? എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്കും ഒരു അസുഖം വരുന്നില്ലെന്നാണോ നീ വിചാരിച്ചു വെച്ചേക്കുന്നത്? എന്നല്ല, പല കാരണങ്ങളും കൊണ്ട് അസുഖം വരുന്നത്. അതിലേറ്റവും പ്രധാനം നമ്മുടെ ജീവിതശൈലിയാണ്. അതിലേറ്റവും ഇമ്പോർട്ടന്റാ എക്സസൈസ്. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല, എനിക്ക് താല്പര്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഷട്ടിൽ കളിക്കാം. അതൊരു വ്യായാമമാണല്ലോ, ശരീരം നന്നായിട്ട് വിയർക്കുകയും ചെയ്യും. മതി, അതായാലും മതി. ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ദുർമേജസ് പോണം, അത്രേ ഉള്ളൂ. നല്ല കണ്ടോ കണ്ടോ, വിഷം മാറ്റുന്ന കണ്ടോ? ഇങ്ങനൊരു മടിയൻ. നീ എന്നെ മടിയാന്ന് വിളിക്കുന്നത് എന്റെ തോട്ടത്തിലെ പണിക്കാരെങ്ങാനും കേട്ടാണ്ടല്ലോ, പിന്നെ വെറുതെ വെച്ചേക്കില്ല. എടി, നല്ലോണം കായികമായിട്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. കമ്പത്ത് ഞാൻ ആദ്യം വാങ്ങിയ തോട്ടം ഒരു കാടും പ്രദേശമായിരുന്നു. അത് വെളുപ്പിച്ചെടുക്കാൻ ഞാൻ പെട്ടൊരു പാടുണ്ടല്ലോ, എനിക്കും ദൈവം തമ്പുരാനും മാത്രമേ അറിയാവൂ. അങ്ങനെ കഠിനാധ്വാനിയായ മലയോര കർഷകന്റെ പോരാട്ടമാണ് എന്നെ ഇപ്പൊ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത്. അല്ലാതെ ബേക്കറി ഫുഡും കഴിച്ച് AC റൂമിൽ ഇരിക്കുകയായിരുന്നില്ല ഞാൻ. അതൊക്കെ പണ്ടല്ലേ, ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പുറത്തിറങ്ങാൻ മടിയാണെങ്കിൽ നമുക്ക് യോഗ ചെയ്യാം. യോഗയോ? അതെ, യോഗ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സുഖവും ശാന്തിയും കിട്ടാൻ മഹർഷിമാര് കണ്ടുപിടിച്ച ഒറ്റമൂലിയാ. ഈ മഹർഷിമാര് കണ്ടുപിടിച്ച സാധനം നിനക്കറിയാമോ? കൊള്ളാം. ഹോസ്റ്റലിലെ മുഖ്യ ട്രെയിനർ ഞാനായിരുന്നില്ലേ? സൂര്യ നമസ്കാരം മുതൽ സർവാംഗാസനം വരെ ഈ സോഫിക്ക് ബൈഹാട്ടാ. അവിടെ ഇരുന്ന് നമുക്ക് ഷട്ടിൽ കളിക്കാം, അതാണ് ബെസ്റ്റ്. ഷട്ടിലൊക്കെ പിന്നെ, ഇപ്പൊ യോഗ ചെയ്യാം. എണീറ്റേ? ഇപ്പോഴോ? അതെ, ഇപ്പൊ. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. നമ്മൾ ഇപ്പൊ തന്നെ യോഗ ചെയ്യുന്നു. അതൊക്കെ വേണോന്നേ? വേണം. യോഗ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതിനാ യോഗ. എണീറ്റ് എണീറ്റ്. നീ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നമുക്കിവിടെ ശവാസനം ചെയ്യാം. അതൊന്നും വേണ്ട മോനെ, ഇങ്ങനീറ്റ്. എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതുപോലൊരു കുഴിമടിയ. ബാത്റൂമിലൊക്കെ പിന്നെ പോവാ. പ്രഭാത കർമ്മം ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവുന്നേ. നടക്കങ്ങോട്ട് ചെയ്യ. എങ്ങനെ? കുറച്ചുകൂടി സോളമാ, കുറച്ചുകൂടി കേറ്റ് വെക്ക. പറ്റണ്ടേ? ഒരെണ്ണം പിടിക്കുമ്പോ മറ്റേ താഴെ പോകുന്നു. ശ്രമിച്ചു നോക്ക്. ഒരെണ്ണം വെക്കുമ്പോ മറ്റേ താഴെ പോകില്ലേ? നീ കുറച്ച് പശ കൊണ്ട് ഞാൻ ഒട്ടിച്ചു വെക്കാം. എനിക്കിതൊന്നും പറ്റുന്നില്ലെന്ന്. ഇതെന്തുറ്റി? യോഗ അടി, യോഗ. സോളമിനെ ഒന്ന് ശരിയാക്കി എടുക്കാനുള്ള തയ്യാറെടുപ്പില്ല ഞാൻ. ട്രേസിക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? എനിക്ക് എന്ത് അഭിപ്രായ വ്യത്യാസം? നിങ്ങള് ഭാര്യയും ഭർത്താവും ഈ സമയത്ത് ഇതുപോലെ പല ഭ്രാന്തും കാണിക്കുന്ന എനിക്കറിയാം. പുതുമോടിയല്ലേ, ഇതും ഇതിലപ്പുറവും ചെയ്യും. ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ ഈ സംസാരിക്കുന്നത്. ഇത് പുതുമോടിയിൽ മാത്രം ചെയ്യാനുള്ളതല്ല. യോഗ ഒരു ജീവിത രീതിയാണ്. അത് ജീവിതകാലം മുഴുവൻ നമ്മൾ പരിശീലിക്കണം. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി തുടങ്ങി. ഇവളെന്നെ കൊല്ലും. അനുഭവിച്ചു. ട്രീസ, അങ്ങനെ പറയരുത്. എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വേണ്ടേ? ഉണ്ടാവണം. സങ്കല്പത്തിലെ ഭർത്താവിനെ രൂപപ്പെടുത്തിയെടുക്കാൻ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്കൊരു അവകാശമില്ലേ? ഉണ്ട്. അതാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിവസവും എക്സസൈസ് ചെയ്യുന്ന, ചിട്ടയായി ജീവിക്കുന്ന ഒരാളെയാണ് സോളമനിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ചെറിയ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇത്ര സ്ട്രിക്റ്റ് ആണെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിൽ എന്താവും? എന്റെ സ്മോൾ അടിക്കൽ നീ അവസാനിപ്പിക്കൂ? എപ്പ ചെയ്തു എന്ന് ചോദിച്ചാ മതി. മദ്യം തകർത്തു കളഞ്ഞ ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. എനിക്കറിയാം അതുകൊണ്ടുണ്ടാവുന്ന ദൂഷ്യങ്ങളെ കുറിച്ച്. അക്കാര്യത്തിൽ ഞാൻ സോഫിക്കൊപ്പ. അതെല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെ. കള്ളന്ന് കേട്ടാ അവർക്ക് അപ്പ കലികളാവും. മദ്യം നമ്മൾ കുടിക്കുന്നോണ്ട് കുഴപ്പമില്ല, മദ്യം നമ്മളെ കുടിക്കാതിരുന്നാ മതി. എങ്ങനെ മനസ്സിലായോ? ഇങ്ങനെ എന്തൊക്കെ തത്വങ്ങൾ പറയുന്നു കുടിയന്മാര്.
എന്നിട്ടത് പലതും സ്വന്തം ജീവിതത്തിൽ പാലിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ലഹരി പതുക്കെ പതുക്കെ അത് ഉപയോഗിക്കുന്നവരെ കീഴ്പ്പെടുത്തും. അതുകൊണ്ട് ഇനി മദ്യപിക്കാനുള്ള മോഹം സോളമൻ ഉപേക്ഷിക്കുന്നതാ നല്ലത്. ശരി, അത് ഞാൻ കട്ട് ചെയ്തു. എനിക്ക് മദ്യം അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇനി എന്തൊക്കെയാ ഡിമാൻഡ് ഉള്ളത് കേക്കട്ടെ. അത് ഞാൻ ഓരോ സമയത്ത് പറയാം, അതനുസരിച്ച മാത്രം മതി. ഓ, അനുസരിച്ചേക്കാം. ഇനി അടുത്ത ഏതാ ആസനം? ശവാസനം. ശവാസനമെങ്കിൽ ശവാസനം. ഇത് കഴിഞ്ഞ് കാണാൻ കേട്ടോ. ആ ഓക്കെ ഓക്കെ, ക്യാരി ഓൺ. കിടക്ക്. അവള് തക്കാളിയെ മാതിരി ഇരിക്കുന്നത്, എന്നിട്ട് എന്റെ മണ്ടയ്ക്ക് കയറും. നീ ആദ്യം നന്നാവാൻ നോക്ക്, എന്നിട്ട് എന്നെ നന്നാക്കാം. കിടന്ന് കിടന്ന്. സോളമ, എന്താ ഇല്ലാത്ത ശീലങ്ങളൊക്കെ തുടങ്ങാനുള്ള പരിപാടിയല്ലേ? മനസ്സിലായില്ല. വലിയപ്പോ തുടങ്ങി. വലിയോ? അതെ, സിഗരറ്റ് വലി. അനിയാൻ വലിച്ചില്ലല്ലോ. കള്ളം പറയരുത്. ഞാൻ എന്തിനാ എന്നോട് കള്ളം പറയുന്നത്? വലിച്ചെങ്കിൽ വലിച്ചെന്ന് പറയും. തെളിവ് തന്നാലോ? നിനക്കെന്താ വട്ടാണോ? വലിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ നീ എന്ത് തെളിവാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇതിപ്പോ ആര് വലിച്ചേണ്ട ബാക്കിയാ? നിനക്കിത് എവിടുന്ന് കിട്ടി? ആദ്യം എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. ഇതാരാ വലിച്ചത്? എന്തായാലും ഞാനല്ല. എടി, നീയാണോ സത്യം? എനിക്കറിഞ്ഞൂടാ. ഞാൻ വലിച്ചില്ലെന്നേ. എനിക്കിതാ മുറിന്ന് കിട്ടിയതാ. ഞാൻ വലിച്ചില്ല. പിന്നിതെങ്ങനെ വന്നു? എനിക്കെങ്ങനെ അറിയാം? ഇതിനകത്ത് ആരെങ്കിലും കേറിയോ? നീ ആ അലമാരൊക്കെ നോക്കിയായിരുന്നു? സ്വർണ്ണൊക്കെ അതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ കള്ളനല്ല. വേറെ ആള് കേറിയെന്നാണോ സോളമൻ പറഞ്ഞു വരുന്നത്? അല്ലാതെ പിന്നെ ആരാ ഇത് ഇവിടെ കൊണ്ടിടാൻ? കേറിയെങ്കിൽ അത് ആരായിരിക്കും? എന്തിനായിരിക്കും? ആരെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ നിസ്സാരമായിട്ട് പറയല്ലേ. ഇന്നലെ രാത്രി ഞാനൊരു നിഴല് കണ്ടു. തോന്നിയതായിരിക്കും സോളമൻ പറഞ്ഞു. അതുകൊണ്ട് ഞാനത് അവഗണിച്ചു. ഇന്നതാ ഒരു സിഗരറ്റ് കുറ്റി കാണുന്നു. അതും കാര്യമായിട്ട് എടുക്കണ്ടെന്നാണ് സോളമൻ പറയുന്നത്? എന്നല്ല, എടുത്താലും ഇതിന്റെ പിന്നിൽ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് നോക്കാം. എടി, ആക്രി പറക്കാൻ വരുന്ന ചില ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവന്മാരായിരിക്കും. അവന്മാര് വലിച്ചിട്ട് അകത്തേക്ക് എങ്ങനെ ഇട്ടതായിരിക്കും. അങ്ങനെ സംഭവിക്കാലോ. സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. എന്നാലും നമ്മൾ കുറച്ചുകൂടി സൂക്ഷിക്കണം. എന്തിന്? ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് തള്ളിക്കളയണം അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മനസമാനം മുഴുവൻ പോവും. നമ്മൾ സന്തോഷത്തിലല്ലേ ഇരിക്കുന്നത്. അത് വെറുതെ എന്തിനാ കളയുന്നത്? പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്തോ എനിക്കിതത്ര നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. നിനക്ക് നിസ്സാരമായിട്ട് എടുക്കാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ അത്? നാളെ നമുക്കൊരു സ്ഥലം വരെ പോവാം. എവിടെ? അതൊക്കെ ചെല്ലുമ്പോ മനസ്സിലാക്കിയ പോരെ. എന്നോട് പറ. എടി, കാണാൻ പോകുന്ന പൂരം എന്തിനാ പറഞ്ഞറിയിക്കുന്നത്? ചെല്ല്, ചെന്നിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ പോകും പറഞ്ഞാൽ മതി. ചെല്ല്. സോളമനപ്പൊ റൊമാൻറ്റിക് ആവാനൊക്കെ അറിയാം. ഞാനൊരു അരസികനാണെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ജീവിത സാഹചര്യങ്ങള് ചിലപ്പോ എന്നെ ഒരു പരുക്കനാക്കിയിട്ടുണ്ടാവും. പക്ഷേ സത്യത്തില് ഞാൻ അങ്ങനെ ഒരാളല്ല. ആരെയും നോക്കുന്ന? സത്യത്തിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന നിമിഷങ്ങളായത്. നീ വിചാരിക്കുന്ന പോലെ ഞാൻ അങ്ങനെ സ്വർണ്ണ കറണ്ടിയൊന്നും വെച്ച് ജീവൻ തുടങ്ങിയൊന്നുമല്ലല്ലോ. ലക്ഷങ്ങളും കൊണ്ട് കമ്പത്തേക്ക് വണ്ടി കയറുമ്പോ എന്തായി തീരുമെന്ന് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല ആ സമയം. പക്ഷെ എന്തായി തീരില്ല എന്നുള്ള നല്ല ബോധത്തോടെയാ മല കയറിയത്. അത് വിജയിച്ചെങ്കിൽ എന്റെ കഷ്ടപ്പാടും ദൈവഭാഗ്യം മാത്രമല്ല, ഞാനെന്ന വ്യക്തിയുടെ കോൺഫിഡൻസ് അതിൽ പ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ശരിയാ. അക്കാര്യത്തിൽ സോളമന് 100 മാർക്കാം. സോളമന്റെ സ്ഥാനത്ത് വേറെ വല്ലവരായിരുന്നെങ്കിൽ ആ ലക്ഷ്യങ്ങളും പൊടിച്ചു കളഞ്ഞ് മിണ്ടാതെ വന്ന് വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിലിരുന്നേന്. സത്യത്തിൽ
സോളമന്റെ ഈ കഴിവ എന്നെ കൂടുതൽ ആകർഷിച്ചത്. സോളമൻ എന്നെ കിട്ടിയ എന്റെ ജീവിതം സേഫ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആരെയായി നോക്കുന്നേ? ഇവിടെ ആരെങ്കിലും വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. കൊറേ നേരം ആയല്ലോ നോട്ടം തുടങ്ങിയിട്ട്. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. നമുക്ക് അവിടെ പോയി എന്തെങ്കിലും കഴിക്കാം. വാ. നീ ഓടിക്ക. വേണ്ട, ധൈര്യം പോരാ. പിന്നെ ഇങ്ങനെ നീ പഠിക്കാൻ പോകുന്നു? എടി ഓടിച്ചാലേ പേടി മാറുള്ളന്നേ. ഇപ്പൊ വേണ്ട. ഇങ്ങനൊരു മടിച്ചി. തടിച്ചീന്നോ? തടിച്ചീന്നല്ല, മടിച്ചി. ആ തടിച്ചീന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല, തടിയുണ്ട്. ഓവറാണോ? ഓവറൊന്നുമല്ല. ഇപ്പൊ ഈ തടി ഉണ്ടെങ്കിൽ ഡെലിവറി കഴിയുമ്പോ കുറച്ചുകൂടെ കൂടും. അപ്പൊ കുറച്ച് ഓവറാ. ഇന്ന് മുതൽ ഡയറ്റ് തുടങ്ങണം. അതല്ല, പറ്റുവാണെങ്കിലേ നീ നോൺ വെജ് മുഴുവൻ അങ്ങ് നിർത്ത്. അങ്ങനെയാണെങ്കിൽ അത് മുഴുവൻ എനിക്ക് കഴിക്കാലോ. അയ്യടാ, അങ്ങനെ ഇപ്പൊ കഴിക്കണ്ട. നോൺ വെജ് നിർത്തിക്കൊണ്ടുള്ള ഒരു ഏർപ്പാടിനും ഞാനില്ല. അപ്പൊ എന്റെ നോൺ വെജ് നിർത്താൻ നിനക്ക് നേരെ വലിയ ആവേശമായിരുന്നല്ലോ. കേറ് കേറ്. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അല്ല, ടയർ പഞ്ചറാണോന്നൊരു സംശയം. നോക്കട്ടെ. ദൈവമേ, ഇതെന്തു പറ്റി? എന്താ പെട്ടെന്നിങ്ങനെ? പഞ്ചറാവാൻ സാധ്യതയില്ല. ആരെങ്കിലും ഇനി കാറ്റഴിച്ചു വിട്ടതാണോ? ആര്? അതെനിക്കെങ്ങനെ അറിയാം? ഈ പരിസരത്തൊന്നും ആരുമില്ല. നമ്മൾ വന്നപ്പോഴും ആരും കണ്ടില്ല. കണ്ടോ? ഇനി വല്ല പിള്ളേരും ചെയ്തതായിരിക്കോ? ഏയ്, പിള്ളേരൊന്നും ആയിരിക്കില്ല. പിന്നെ നിന്നോട് ഞാൻ പറയായിരുന്ന ഇവിടെ വന്നതുപോലെ നമ്മളെ ആരോ വാച്ച് ചെയ്യുന്ന പോലെ ഒരു സംശയം. അതാരാ അങ്ങനെ ഒരാള്? അത് തന്നെയല്ലേ ഞാനും ചോദിക്കുന്നത്. ഈ രഹസ്യമായിട്ട് ഫോളോ ചെയ്യില്ലേ, അതുപോലെ. എന്നാ പിന്നെ അത് അപ്പൊ തന്നെ പറയണ്ടേ? കൈയോട് പിടിക്കായിരുന്നല്ലോ. പിന്നെ പിടിക്കാൻ അവൻ നിന്ന് തരികയല്ലേ. അപ്പൊ സോളമൻ ആളെ കണ്ടോ? ഞാൻ ആളിനെയൊന്നും കണ്ടില്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നി. ഇയാള് തന്നെ ആയിരിക്കും അന്ന് രാത്രി വീട്ടിൽ വന്നത്. ഒന്നും അറിയില്ല. സോളമ, നമ്മുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? നമ്മളറിയാതെ നമ്മൾ അയാളെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഈ സംശയത്തിന് എനിക്കെങ്ങനെ ഉത്തരം തരാൻ പറ്റുന്നത്? എനിക്ക് തോന്നിയത് നിന്നോട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ചിലപ്പോൾ ശരിയാവാൻ, തെറ്റാവാം. ഇതിലേതാ സത്യം അറിയാതെ നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റില്ല. ഒരാളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. എങ്കിലത് ആരായിരിക്കും? എന്തായിരിക്കും അയാളുടെ ലക്ഷ്യം? അറിയില്ല. ആദ്യം അങ്ങനെ ഒരാളുണ്ടോന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പം നമുക്ക് തോന്നി. അത് വെറും തോന്നലായി കൂടുന്നില്ലല്ലോ. അതാദ്യം കൺഫേം ചെയ്യാം, എന്നിട്ട് മതി. എന്താണ് ഏതാണെന്ന് അന്വേഷിക്കാം. സകല രസവും പോയി. ഇതാ നിന്റെ കുഴപ്പം. എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി, അപ്പ ഡൗൺ ആവും നീ. അതെ, നമ്മളിപ്പോ ഭയങ്കര സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതങ്ങനെ തന്നെ പൊക്കോട്ടെ. ഈ ടയർ പഞ്ചറാവലും നിഴലും ഒക്കെ നമുക്ക് തൽക്കാലം അങ്ങ് മറക്കാം. അതൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുന്ന കാര്യമാണോ? പറ്റും, മറക്കാൻ പറ്റണം. എന്നാ മറക്കാം. പക്ഷെ വണ്ടി ശരിയാക്കണ്ടേ? അതിന് മൊബൈൽ പഞ്ചർ ഉണ്ടല്ലോ, ഞാൻ അവന്മാരെ വിളിക്കാം. ആഹാ, അത് ശരി. മീശയും താടി ശരിയാക്കിക്കൊണ്ടിരിക്കല്ലേ? ഇങ്ങതാ, ഞാൻ കട്ട് ചെയ്തേ. അയ്യോ, വേണ്ട വേണ്ട. ഈ താടി ഇതുവരെ വടിച്ചിട്ടില്ലേ? പിന്നെ പലതവണ. എന്നാ ഒരു തവണ കൂടി വടിക്കണം. എനിക്കൊന്ന് കാണണം. ഭയങ്കര ബോറായിരിക്കും കാണാൻ. ഒറ്റ തവണ മതി. നോക്കാം. എന്താ ഒരു പാക്കറ്റൊക്കെ? പറ്റില്ല എന്ന് പറയരുത്. അങ്ങനെയൊന്ന് ഉറപ്പ് തന്നാലേ ഇതിലെന്താന്ന് ഞാൻ പറയൂ. പറ്റില്ല എന്ന് പറയില്ല. വാക്കാണല്ലോ.
ഉം? എന്നെ കുരുക്കാനുള്ള വല്ലതും ആണോ? അല്ലെന്നേ, ആ എന്നാ ഉറപ്പ് വന്നു. ഇതിനകത്ത് ഒരു ജീൻസും ഷർട്ടുവാ. ജീൻസും ഷർട്ടോ? ആർക്ക്? എനിക്ക്. നിനക്ക് ജീൻസും ഷർട്ടും ചേർച്ചുണ്ടാവും. എന്റെ സോളമ, ഇത് എനിക്കല്ല, സോളമനാ. ഞാൻ വാങ്ങിച്ചതാ. ഞാനിതൊന്നും ഇടാറില്ല. അതെനിക്കറിയാലോ. അതിന്നൊരു ചേഞ്ചിന് വേണ്ടിയാ. എനിക്ക് വേണ്ടി സോളമൻ ഇത് ഇടണം. അതുകൊണ്ടാണ് നീ അനുസരിക്കാന്നുള്ള ഉറപ്പ് വാങ്ങിച്ച് ആദ്യമേ വെച്ചത്. എനിക്കപ്പോഴേ തോന്നി എന്തോ ഒരു പാരയാണെന്ന്. ഇതാ സോളമന്റെ കുഴപ്പം. നല്ലത് നായ്ക്ക് ചേരില്ലല്ലോ. എടി എടി എടി, നീ എന്നെയും പട്ടിയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഒന്നുമില്ലേലും ഞാൻ നിന്റെ ഭർത്താവല്ലേടി. എടി, എന്തെങ്കിലും പറയുമ്പോ മിനിമം അതെങ്കിലും ഓർക്കണ്ടേ? സോറി, ഞാൻ അങ്ങനെ ഓർത്ത് പറഞ്ഞതല്ല. എപ്പോഴും ഒരേ യൂണിഫോമാ സോളമന്. അതൊന്ന് മാറി ഇത്തിരി പരിഷ്കാരം വന്നാ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാനാ. ഞാൻ അറിയാതെ നീ അതൊക്കെ എപ്പോ പോയി വാങ്ങി? അതൊക്കെ വാങ്ങി. ഓ, ട്രീസയെ വിട്ടിട്ടായിരിക്കും. ഓ, എന്റെ ഭർത്താവിന് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ എനിക്ക് വേറൊരാളുടെ സഹായമൊന്നും വേണ്ട. ഞാൻ തന്നെ ഇത് പോയി വാങ്ങിയത്. സോളമൻ ഇത് ചേരും. ദാ, നല്ല രസമുണ്ട്. ഇതൊക്കെ വേണോ? എന്നെ കുറിച്ച് എനിക്കൊരു മതിപ്പുണ്ട്. അതങ്ങ് പോവും. ഒന്നും പോവില്ല, ധൈര്യം ഇട്ടിട്ട്. പപ്പ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് മുണ്ടും ഷർട്ടും മാത്രമായിരുന്നു. പപ്പ നല്ല ഗ്ലാമറായിരുന്നു. എന്റെ ഈ കോൺഫിഡൻസിന്റെ ഒരു രഹസ്യം നീ കളിയാക്കില്ലേ? ആ യൂണിഫോം, മുണ്ടും ഷർട്ടും. അയ്യോ, കല്യാണത്തിന് അന്ന് കോട്ടും സൂട്ടും ഇട്ട എന്റെ ക്ഷീണം വരെ എനിക്ക് മാറിയിട്ടില്ല. ജീൻസും ഷർട്ടും മോശം വസ്ത്രമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവനുള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാലും ഞാനിതിട്ട എന്തോ എന്റെ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല. പിന്നെ നിനക്കത്രക്ക് ഇഷ്ടമാണെങ്കിൽ കാണാൻ ഒരു തവണ വേണമെങ്കിൽ ഞാൻ ഇട്ട് കാണിക്കാം. ഇട്ട് കഴിയുമ്പോ നീ തന്നെ പറയും പഴയത് മതിയെന്ന്. അങ്ങനെ പറയണോ വേണ്ടോ എന്ന് തീരുമാനിക്കണമെങ്കിൽ ഇട്ട് കണ്ടല്ലേ പറ്റൂ. ഒന്ന് ട്രൈ ചെയ്യ, എനിക്ക് വേണ്ടിയല്ലേ, പ്ലീസ്. ശരി, നിനക്ക് വേണ്ടി മാത്രം ഒരൊറ്റ തവണ കേട്ടോ. വീണ്ടും വീണ്ടും ഓരോന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. വാ സോളമ, ഒന്ന് വരാൻ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം? പിന്നെ വല്ല സ്റ്റൈല് കാണിക്കില്ലേ? ഇവിടുത്തെ എവിടെ പോയി? വന്ന് ഒരു കാഴ്ച കാണിച്ചു തരാം. എന്താ? വാ. എന്താ പറഞ്ഞാലേ അതിന്റെ രസം പോവും. കണ്ടു തന്നെ അറിയണം. ജോസൂട്ടി തകർത്തു. ഇനി ഇത് മതി, നല്ല സ്റ്റൈലായിട്ടുണ്ട്. ആർക്കാ ഇതിന്റെ ക്രെഡിറ്റ് എന്ന് ചോദിക്കും. എത്ര നിർബന്ധിച്ചിട്ടാന്നറിയോ ഇതൊന്നും ഇടാൻ തയ്യാറായത്? ഇതങ്ങോട്ട് വേണ്ട, ഇട്ടിട്ടത്ര സുഖം തോന്നില്ല. മുണ്ടും ഷർട്ടും ആകുമ്പോ ഒരു സമാനമുണ്ട്, അതാണൊരു ചേർച്ച. അപ്പൊ ബർമുഡ ഇടുന്നതോ ടീഷർട്ട് ഇടുന്നതോ? ആ, അത് ശരിയാ. അത് വീട്ടിലല്ലേ, അതുപോലാണ് ഇത്. ഇതൊരുമാതിരി അടച്ചു കൂട്ടി. അതെ, സോളമനിട്ട് ശീലമില്ലാത്തോണ്ട. 1-2 തവണ ഇതൊക്കെ ഇട്ട് കറങ്ങി കഴിയുമ്പോ അത് ശരിയാവും. ജോസൂട്ടി സൂക്ഷിച്ചോ, അടിമുടി മാറ്റാനാ ഇവിടെ ഒരാളുടെ പ്ലാൻ. ദേ, പിടി കൊടുത്തേക്കല്ലേ, കൊടുത്താ പെട്ടു. ഞാൻ അത്ര കാര്യമൊന്നും അല്ല. ഓ, ഒരു ഭർത്താവിന് വേണ്ട റെസ്പെക്റ്റും വിലയൊക്കെ കൊടുക്കാൻ എനിക്കറിയാം. പിന്നെ ഒരു ഭാര്യ എന്ന നിലയില് അല്പസ്വല്പം പരിഷ്കാരമൊക്കെ ഞാൻ നടത്തും. അതെന്റെ അവകാശമല്ലേ. സോളമനും ആയിക്കോ. സോളമൻ എന്ത് പറഞ്ഞാലും ഞാനും അതനുസരിച്ചോളാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഡ്രസ്സിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് ആദ്യം ഒരു കോംപ്രമൈസിലെത്താം. ഞാൻ ഈ മുണ്ട് ഉപേക്ഷിച്ചിട്ട് ഈ ജീൻസ് തന്നെ സ്ഥിരമാക്കാം. നീ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ചട്ടയും മുണ്ടും ആക്കിയാ അടിപൊളിയാവും. അത് മതി, ചട്ടയും മുണ്ടും. അത് നല്ലത്. അതിന് ചട്ടയും മുണ്ടും ഒക്കെ എടുക്കാൻ എനിക്കറിയണ്ടേ? അതൊക്കെ 2 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും അല്ലേ? സുഖമായിട്ട് പഠിച്ചെടുക്കാം. ഓ, എനിക്ക് പണിയാന്നതാ അല്ലേ? എനിക്ക് സൗകര്യമില്ല ചട്ടയും മുണ്ടും കൊടുക്കാൻ. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോ എന്റെ തലയിൽ കയറാൻ വരുന്നു. സോളമനെ ജീൻസും ഷർട്ടും ഇടണ്ട, ഫുൾ ടൈം മുണ്ടും ജുബ്ബ ഇട്ടാ മതി. അപ്പോഴേ നീലത്തിന്റെ പരസ്യത്തെ കാണുന്ന പോലെ ഇങ്ങനെ വെളുവിളാന്നിരിക്കട്ടെ. ജോസുട്ടി, ദേ ഭാര്യ പിണങ്ങി. എന്താ പിണങ്ങിയാല്? കുറച്ചൊക്കെ എന്റെ ഇഷ്ടം നോക്കണം. എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ മുമ്പിൽ ചെല്ലുമ്പോ കുറച്ചൊക്കെ സ്റ്റൈലായിട്ട് വന്നാ എനിക്ക് തന്നെയല്ലേ അതിന്റെ ക്രെഡിറ്റ്. അതുള്ളതാ ജോസൂട്ടി. ആണോ?
എന്നാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങ് പരീക്ഷകളെ. ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ മാത്രം ഉണ്ട്. ബാക്കി സമയത്തൊക്കെ ജീൻസ് ഇടാം. വസ്ത്രധാരണത്തിന് നമ്മുടെ ജീവിതത്തിൽ പങ്കുണ്ട് സോളമ. ആ, ഇന്നോ നാളെ ഫോട്ടോ എടുക്കാൻ ആള് വരും. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും ജീൻസ് ഇടാം. സ്വയം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. തോന്നുന്നുണ്ട്. അല്ലെങ്കിലും തനിക്ക് തോന്നുന്നൊക്കെ എനിക്കും ഇപ്പൊ തോന്നുന്നുണ്ട്. ഒരേ വേവ് ലെങ്താ മനസ്സിന്. അങ്ങനെയാണെങ്കിൽ കൊള്ളാം അല്ല ട്രീസേ? ആ അല്ല പിന്നെ. ആ നീ കൊള്ളാലോ. അവിടെ ഇവിടെ നിൽക്കുവോ? ആ അതല്ലേ നല്ലത്, ഡിപ്ലോമസി. സാർ, ഞാൻ മോഹൻ സ്റ്റുഡിയോ. ആ അമ്മ, ആ സാധാരണ ഇപ്പൊ എല്ലാരും ഫോണിലല്ലേ എടുക്കാറ്. മമ്മയ്ക്ക് ഒരേ ആഗ്രഹം ഫോട്ടോഗ്രാഫർ മതിയെന്ന്. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. മോളെ ഇവിടെ വെച്ച് എടുക്കാലോ ആ, അല്ലേ? എടുക്കാം. എല്ലാവരും ഇങ്ങോട്ട് നോക്കി നിന്നാ മതി. സാർ കുറച്ചുകൂടെ ചേർന്ന് നിൽക്കണേ. അതാരാ? ഫ്രെയിമിൽ നിന്ന് മാറ്. ആരാ? ഒരാള്. ആണോ? അതെ, അവിടെ നിൽക്കുന്നത് കണ്ടു. ഈ വീട്ടിലെല്ലാരും ഇവിടെ ഉണ്ടല്ലോ. പിന്നാരാ മറ്റൊരാള്? എനിക്കറിയില്ല സാറേ, ഈ ഫ്രെയിമിൽ കൂടെ നോക്കിയപ്പം കണ്ടതാ. എന്നാ പിന്നെ ക്ലിക്ക് ചെയ്യായിരുന്നില്ലേ? ഞാനത് ഓർത്തില്ല. ഇവിടെയെങ്ങും ആരുമില്ല. സോളമ, ഇത് അയാളായിരിക്കോ ഞാൻ ഇന്നലെ രാത്രി കണ്ട ആള്? ഫോട്ടോ എടുക്കുന്ന പിന്നെ മതി. ഞാൻ അകത്തൊന്ന് നോക്കട്ടെ. ഹ, വേണ്ട ജോസൂട്ടി, ഇനിയിപ്പൊ ഇത് കഴിയട്ടെ. ആ, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. വേണ്ട, ഇപ്പൊ ഫോട്ടോ എടുക്കാം. ഇവിടെ എങ്ങും ആരുമില്ല. ചിലപ്പോ തോന്നിയതായിരിക്കും. ചിലപ്പോ തോന്നിയതായിരിക്കും സാർ. എന്നാ നമുക്കെടുക്കാം. വാ. എടുക്കാം. സ്മൈൽ.